മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പടയപ്പയെ നിയന്ത്രിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് വനം വകുപ്പ്. ഇടുക്കിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ ഇടുക്കി രൂപത സംഘടിപ്പിക്കുന്ന ബഹുജന റാലി പൂപ്പാറയിൽ പുരോഗമിക്കുകയാണ്. രാഹുൽ വിജയൻ പൂപ്പാറയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി. രാഹുൽ, ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റാലിയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ആരൊക്കെയാണ് ഈ റാലി നയിക്കുന്നത്? മറ്റൊന്ന്, പടയപ്പയുടെ കാര്യത്തിൽ ഇതിനോടകം തന്നെ ചില തീരുമാനങ്ങൾ സർവകക്ഷി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത തരത്തിൽ അവിടെ തന്നെ വെള്ളം എത്തിച്ചുകൊണ്ട് അങ്ങനെ നിരീക്ഷണം ഏർപ്പെടുത്തുക, ആ തരത്തിലേക്കൊക്കെ എന്താണ് തീരുമാനം? അനുജ, ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പലതരത്തിലുള്ള വഴികൾ ഈ സർവകക്ഷി യോഗം ചർച്ച ചെയ്തു. അതൊക്കെ പ്രാവർത്തികമാകും എന്നുള്ളൊരു പ്രതീക്ഷ അതിൽ പങ്കെടുത്തവർക്കുമുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന മറ്റൊരു ചോദ്യം കൂടി. എന്തായാലും വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ, അതായത് കഴിഞ്ഞ 2 മാസത്തിനിടെ 5 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇടുക്കി രൂപതയും കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇങ്ങനെ കർഷകരെ കൂട്ടിക്കൊണ്ടുള്ള ഒരു ബഹുജന റാലി ഈ പൂപ്പാറയിൽ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിലാണ് ഈ ബഹുജന റാലി നടക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇടുക്കിയിലെ ഈ വന്യജീവി ആക്രമണം ഇങ്ങനെ രൂക്ഷമാകുകയാണ്. അതിനിടയിലാണ് ഇടുക്കി രൂപത കൃത്യമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. ഇങ്ങനെ ബഹുജന റാലി സംഘടിപ്പിക്കാൻ ഉണ്ടായ സാഹചര്യം, ഇപ്രകാരമുള്ള ഒരു ബഹുജന റാലി സംഘടിപ്പിക്കാനുള്ള സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മലയോര മേഖലയിൽ, കേരളത്തിൻ്റെ മലയോര മേഖലയിൽ വളരെ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണമാണ്. ഈ വയനാട്ടിലും അതുപോലെ തന്നെ ഇടുക്കിയിലും കോതമംഗലത്തുമെല്ലാം ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ അധിവസിക്കുന്ന എല്ലാ ജനങ്ങളും, കർഷകർ മാത്രമല്ല ഈ തോട്ടം തൊഴിലാളികളെല്ലാം വളരെ ഭയത്തിലാണ്. ഇവരുടെ ഭയത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ ദുഃഖവും ഞങ്ങളുടെ വേദനയും ഞങ്ങളുടെ ഭയവും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിലും അധികാരി വർഗത്തിന് മുന്നിലും എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്രകാരം പ്രതിഷേധം നടത്തുന്നത്. വനം വകുപ്പിന്റെ ഈ ഒരു നടപടികൾ അല്ലെങ്കിൽ കൃത്യമായി ഇനി പാലിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് സർവകക്ഷി യോഗമൊക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ സർവകക്ഷി യോഗത്തിൽ വലിയ പ്രത്യാശയില്ല. പക്ഷേ ഈ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ജനരോഷം കണക്കിലെടുത്ത് സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കുവാനായിട്ടുള്ള ഇച്ഛാശക്തി സർക്കാർ കാണിക്കണം. ഉദ്യോഗസ്ഥരെ ആ രീതിയിൽ നിയന്ത്രിച്ച് അവർക്ക് നിർദ്ദേശം കൊടുത്ത് അവർ നടപ്പിൽ അവർ ഉറപ്പുവരുത്തുകയും ചെയ്യണം. വലിയ ജനപങ്കാളിത്തം ഈ പ്രതിഷേധ റാലിക്കുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധ റാലിയാണ് ഈ പൂപ്പാറയിൽ നടക്കുകയും ചെയ്യുന്നത്. വന്യജീവി ആക്രമണത്തിൽ ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ റാലിയാണ്. ബിഷപ്പ് പറഞ്ഞ പോലെ തന്നെ നേരത്തെയും സമാനമായ രീതിയിലുള്ള ചർച്ചകളും അതുപോലെ സർവകക്ഷി യോഗങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. അതൊക്കെ എത്ര കണ്ട് പ്രാവർത്തികമായി എന്നുള്ളത് ആളുകൾക്ക് അറിയാവുന്നതുമാണ്. അത്തരം സാഹചര്യം ഉണ്ടാകാതെ ഇപ്പോഴത്തെ സർവകക്ഷി യോഗം പൂർണ്ണമായിട്ടും പാലിക്കണം, അല്ലെങ്കിൽ അതിലെടുത്ത തീരുമാനങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെടാൻ നിർബന്ധിതരാകണം ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വന്യജീവി ആക്രമണം അത് വലിയ രീതിയിലേക്ക്, വന്യജീവി ആക്രമണത്തിൽ ശാശ്വത പരിഹാരം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ബഹുജന റാലി പുരോഗമിക്കുന്നത്.